അപ്പോൾ നമുക്കിനി 8085 ഇൻസ്ട്രക്ഷൻ സെറ്റിലേക്ക് കാണാനുള്ളത് ഇറ്റ് ഈസ് ബ്രാഞ്ച് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു, സബ് റൂട്ടീൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ബ്രാഞ്ച് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പൈത്തണൊക്കെ പഠിച്ചപ്പോൾ ലൂപ്പിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ലൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരുപാട് തവണ എക്സിക്യൂട്ട് ചെയ്യുകയോ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ബ്രാഞ്ച് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്നതാണ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദിസ് ഗ്രൂപ്പ് ചേഞ്ച് ദി നോർമൽ സീക്വൻസ് ഓഫ് ദ പ്രോഗ്രാം. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ലീനിയർ ആയിട്ടുള്ള ഒരു പോക്കിനെ മാറ്റുകയാണ് ഈ പറഞ്ഞ ബ്രാഞ്ച് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ചെയ്യുക. ഇഫ് ലൂപ്പോ അല്ലെങ്കിൽ നമ്മുടെ വൈലോ ഫോറോ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുപാട് തവണ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്തരം ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കുക. ഓക്കെ, ഇതിൽ രണ്ട് തരത്തിലാണ് 8085 ബ്രാഞ്ച് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്: കണ്ടീഷണൽ ആൻഡ് അൺകണ്ടീഷണൽ. അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എന്താ? അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം ടു ദ സ്പെസിഫൈഡ് ലെവൽ അൺകണ്ടീഷണലി. അതായത് നമ്മളിങ്ങനെ ഒരു എന്താ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യാതൊരു കണ്ടീഷനും നോക്കേണ്ട കാര്യമില്ല, പോകുമെന്ന് പറഞ്ഞാൽ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിൻ്റെ ഓപ്പ് കോഡ് JMP. ഓക്കെ, അതിൻ്റെ ഓപ്പറൻ്റ് ഒരു അഡ്രസ്സാണ്, 16-bit അഡ്രസ്സായിരിക്കും. എന്താ പറയുക? അൺകണ്ടീഷണൽ ജമ്പ് എന്നാണ് ഡിസ്ക്രിപ്ഷൻ. ജമ്പ് ടു ദി ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ബൈ ദി അഡ്രസ്. പ്രോഗ്രാം സീക്വൻസ് ഈസ് ട്രാൻസ്ഫർ ടു ദ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ ദി 16-bit അഡ്രസ് ഗിവൺ ദി ഓപ്പറൻറ്റ്. അവിടെ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള കണ്ടീഷൻസ് നോക്കേണ്ട കാര്യമില്ല. JMP ഇപ്പോൾ ലേറ്റസ്റ്റ് JMP എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ JMP 2034H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2034 എന്നുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് ചാടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ജമ്പിങ്. ഇനി കണ്ടീഷണൽ ആയിട്ടുള്ള ബ്രാഞ്ച് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്താണ്? ട്രാൻസ്ഫർ ദ പ്രോഗ്രാം ടു ദ സ്പെസിഫൈഡ് ലെവൽ വെൻ സർട്ടൺ കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു യാതൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് കാര്യമില്ല, ജമ്പിങ് മീൻസ് ജമ്പിങ്. ഇവിടെ അങ്ങനെയല്ല, ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം ജമ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ജമ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ലൊക്കേഷനിലേക്ക് മെമ്മറി ലൊക്കേഷനിലേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് താഴേക്കാണ് എക്സിക്യൂട്ട് ചെയ്യുക. നേരത്തെ നമ്മളെ ഇഫിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്, ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണെങ്കിൽ മാത്രം ചില കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, so let us say the execution of if the condition is true and the program jump to a specified level, the execution of a conditional jump takes 3 machine cycles and 10 machine T states. ഇതെന്താ നമ്മൾ ഇനി കാണും, മെഷീൻ സൈക്കിൾ എന്താണെന്നുള്ള നമ്മൾ കാണും. If the condition is not true, 7 T states are required for the execution. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? ആദ്യത്തെ ഓപ്പ് കോഡ് JZ. ഓക്കെ, എൻ്റെ ഓപ്പറൻ്റ് അഡ്രസ്, ഒരു അഡ്രസ് 16-bit അഡ്രസ്സാണ്. ഇതെന്താ? ഇതൊരു ജമ്പിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് എപ്പോഴാണ് ചാടുക? ജമ്പ് ഇഫ് ദ റിസൾട്ട് ഈസ് 0. നമ്മുടെ എക്സിക്യൂഷൻ ഒരു കാൽക്കുലേഷൻ നടത്തി ഇതിൻ്റെ റിസൾട്ട് 0 ആണെങ്കിൽ ഇന്ന ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യുക എന്നാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അർത്ഥം. എൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ JZ 2300H. അപ്പോൾ നമ്മൾ ചെയ്തൊരു കാൽക്കുലേഷൻ്റെ റിസൾട്ട് 0 ആണെങ്കിൽ അതെങ്ങോട്ടൊക്കെ ചാടും? 2300 എന്നുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് ചാടും. അപ്പോൾ എങ്ങനെ 0 എന്ന് എങ്ങനെ അറിയും? നമുക്ക് നമ്മുടെ 8085 ഫ്ലാഗുകൾ ദർ ഇസ് എ 0 ഫ്ലാഗ്. അപ്പോൾ ഈ 0 ഫ്ലാഗ് 1 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഈ പറഞ്ഞ ജമ്പിങ് നടക്കും. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റാണ് JNZ. അവിടെയും ഓപ്പറിൻ്റെ അഡ്രസ്സാണ്. ഇവിടെ എന്താ? ജമ്പ് ഇഫ് ദ റിസൾട്ട് ഈസ് നോട്ട് 0. അതാണ് JNZ, ജമ്പ് നോട്ട് 0. അങ്ങനെയാണ് ഇത് കോഡ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? റിസൾട്ട് 0 അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ചാടുക, അല്ലെങ്കിൽ ഇന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് ചാടുക എന്നാണ്. ഓക്കെ, അപ്പോൾ JNZ 2300H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഫ്ലാഗ് 0 ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ, 0 ഫ്ലാഗ് 0 നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്താ? റിസൾട്ട് 0 അല്ല. 0 ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഓർക്കണം, റിസൾട്ട് 0 ആണെങ്കിൽ ഈ ഫ്ലാഗ് ആക്ടിവേറ്റഡ് ആകും. അത് വേറെ ഫ്ലാഗ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഒരു ബിറ്റാണ്. അത് 0 ആകാം, 1 ആകാം. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവാണ്, 0 എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവാണ്. അപ്പോൾ 0 ഫ്ലാഗ് 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? റിസൾട്ട് ഈസ് നോട്ട് 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജമ്പ് ടു ദി ലൊക്കേഷൻ 2300H എന്നാണ് JNZ-ൻ്റെ മീനിങ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? JC. അവിടെയും അഡ്രസ് ലെവൽ. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ ഒരു ഒട്ടുമിക്ക ഇൻസ്ട്രക്ഷൻസിലും ഓപ്പറൻ്റ് ഒരു അഡ്രസ്സായിരിക്കും. ഓക്കെ, കാരണം ജമ്പിങ് ആണല്ലോ, ജമ്പിങ് എങ്ങോട്ടൊക്കെ ജമ്പ് ചെയ്യേണ്ട ഏതെങ്കിലും അഡ്രസ്സിലേക്ക് ആയിരിക്കും. ഓക്കെ, JC എന്താ നോക്കി? ജമ്പ് ഇഫ് ദർ ഇസ് എ ക്യാരി. അതാണ് JC, ജമ്പ് ക്യാരി എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. പ്രോഗ്രാം ജംപ്സ് ടു ദ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ബൈ ദി അഡ്രസ് ഇഫ് ദർ ഇസ് എ ക്യാരി.
അപ്പോൾ ക്യാരി ഉണ്ട് നമ്മളെങ്ങനെ അറിയും? ക്യാരി ഫ്ലാഗ് 1 ആവും. CY എന്നുള്ള ഫ്ലാഗ് 1 ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ JC2400 വെച്ചെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാൽക്കുലേഷൻ നടത്തി. ഈ കാൽക്കുലേഷൻ ഒരു ക്യാരി വരികയാണെങ്കിൽ 2400 എന്നുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് ചാടുക എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി അതിൻ്റെ ഓപ്പോസിറ്റാണ് പറഞ്ഞാൽ JNC, ജംപ് നോ ക്യാരി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ക്യാരി ഒന്നും ഇല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ചാടുക. അപ്പോൾ എങ്ങനെ 0 ഇതിന് നമ്മുടെ ക്യാരി ഒന്നും ഇല്ലയെന്ന് എങ്ങനെ അറിയും? നമ്മുടെ ക്യാരി ഫ്ലാഗ് 0 ആയിട്ട് നിലനിൽക്കും. ഓക്കെ, അപ്പോൾ CY ഫ്ലാഗ് 0 ആണെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക്, ഇപ്പോൾ 2400 എന്നുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് ചാടുക എന്നാണ് ഇതിൻ്റെ മീനിങ്. ഞാനിവിടെ നമ്മുടെ അഡ്രസ്സ് ഉപയോഗിച്ചു 2400 എന്നുള്ളത്. അത് റാൻഡം ആണ്, നമുക്ക് ഏത് ഹെക്സ് അഡ്രസ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ 2400 ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അടുത്തെന്താ? JP, ജംപ് ഇഫ് ദ റിസൾട്ട് ഈസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുക? നമ്മളൊരു കാൽക്കുലേഷൻ നടത്തി, ഇതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ചാടുക, ഇന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് ചാടുക. പ്രോഗ്രാം ജംപ്സ് ടു ദ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ബൈ ദി അഡ്രസ് ഇഫ് ദി റിസൾട്ട് ഈസ് പോസിറ്റീവ്. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് പോസിറ്റീവ് എന്നൊക്കെ മനസ്സിലാകുക? എസ് ഫ്ലാഗ് 0 ആയിരിക്കും. ഓക്കെ, എസ് ഫ്ലാഗ് എന്ന് വെച്ചാൽ ഒരു മൈനസ് സൈൻ, റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലാണ് ഈ എസ് ഫ്ലാഗ് ഓൺ ആവുക. ഓക്കെ, അപ്പോൾ ഇനി പ്രോഗ്രാം ജംപ്സ് ടു ദി ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ബൈ എന്താണ് നമ്മുടെ എക്സാമ്പിൾ JP2900 വെച്ചാണ്. അപ്പോൾ 2900 വെച്ചെന്നുള്ളൊക്കെ ലൊക്കേഷനൊക്കെ ചാടണമെങ്കിൽ എന്താണ്? നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, കാൽക്കുലേഷൻ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ JM, ജമ്പ് മൈനസ് ആണ് അതിനർത്ഥം. ഓക്കെ, അവിടെ അഡ്രസ്സ് തന്നെയാണ്. ജമ്പ് ഓഫ് ദ റിസൾട്ട് ഇസ് മൈനസ് ഓർ നെഗറ്റീവ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ ഇന്ന ലൊക്കേഷനിലേക്ക് ചാടുക. അപ്പോൾ എസ് ഫ്ലാഗ് അവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ JM2900H. ഓക്കെ, പ്രോഗ്രാം ജംപ്സ് ടു ദ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ബൈ JP2900H ഇഫ് ദി റിസൾട്ട് ഈസ് നെഗറ്റീവ്. ഇനി എന്താ? JPE, അവിടെ അഡ്രസ്സാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജംപ് ഇഫ് ഈവൻ പാരിറ്റി. ദ പ്രോഗ്രാം ജംപ്സ് ടു ദ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ബൈ ദി അഡ്രസ് ഇഫ് ദ റിസൾട്ട് ഈസ് ഈവൻ പാരിറ്റി. ഈ പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലൊരു നമ്പർ ഉണ്ടെങ്കിൽ ഇതിലെ നമ്പർ ഓഫ് സീറോസ്, പൂജ്യങ്ങളുടെ എണ്ണം ഈവൻ ആണെങ്കിൽ നമ്മൾ പറയും ഈവൻ പാരിറ്റിയാണ്. അതല്ല, പൂജ്യങ്ങളുടെ എണ്ണം ഓഡാണെങ്കിൽ നമ്മൾ പറയും ഓഡ് പാരിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈവൻ പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ റിസൾട്ടിൽ കുറേ സീറോസ് ഉണ്ട്. ഈ സീറോസിൻ്റെ എണ്ണം, ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സീറോസ് ഇൻ മൈ ആൻസർ എന്താണ്? ഈവൻ ആണെങ്കിൽ അത് എന്തുതരം പാരിറ്റിയാണ്? അത് ഈവൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഈവൻ പാരിറ്റി. ഓക്കെ, അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ റിസൾട്ട് ഉണ്ട്. എൻ്റെ റിസൾട്ട് 1000 ആണെന്നിരിക്കട്ടെ. 1000 എന്ന് പറഞ്ഞാൽ 3 0 ആണ്. അപ്പോൾ അവിടെ എന്താണ്? അത് ഓഡ് പാരിറ്റിയാണ്. അതല്ല, എൻ്റെ റിസൾട്ട് 10,000 ആണെങ്കിൽ 4 പൂജ്യങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും? അത് ഈവൻ പാരിറ്റി ആയിരിക്കും. അതിങ്ങനെ 10,000 വേണ്ട, ഏതോ ഒരു നമ്പർ, ഒരു റാൻഡം ആയിട്ടൊരു നമ്പർ, ഇതിലെ പൂജ്യങ്ങളുടെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ പാരിറ്റി പറയുക. ഓക്കെ, അവിടെ JPE2800H എന്താ? പ്രോഗ്രാം ജംപ്സ് ടു ദ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ബൈ 2800H ഇഫ് ദ റിസൾട്ട് ഈസ് ഈവൻ പാരിറ്റി. ഓക്കെ, അപ്പോൾ ഈവൻ പാരിറ്റി എന്ന അടുത്ത് എന്തായാലും ഓഡ് പാരിറ്റി ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ JPO അല്ലേ? അവിടെയും അഡ്രസ്സ് തന്നെയാണ്. എന്താണ്? പ്രോഗ്രാം ജംപ്സ് ടു ദി ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ബൈ ദി അഡ്രസ് ഇഫ് ദ റിസൾട്ട് ഈസ് ഓഡ് പാരിറ്റി. അത് P ഫ്ലാഗ് 0. അപ്പോൾ നമ്മൾ പാരിറ്റി ഫ്ലാഗ് എങ്ങനെയാണ് തിരിച്ചറിയുക? നമുക്കൊരു പാരിറ്റി ഫ്ലാഗ് ഉണ്ട്. ഓക്കെ, ഈ ഫ്ലാഗുകളിൽ നമുക്കൊരു പാരിറ്റി ഫ്ലാഗ് ഉണ്ട്. ഈ പാരിറ്റി ഫ്ലാഗ് 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്താ റിസൾട്ട് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഓഡ് പാരിറ്റി. മറ്റേതാണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് 1 ആണെങ്കിൽ ഈവൻ പാരിറ്റിയാണ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം ജംപ്സ് ടു ദ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ബൈ 2800H ഇഫ് ദ റിസൾട്ട് ഈസ് ഓഡ് പാരിറ്റി. ഓക്കെ, ഇനി അടുത്തതാണ് ജമ്പിങ്. വേറൊരു തരത്തിലുള്ള ജമ്പിങ് ആണ് അൺകണ്ടീഷണൽ കോൾ എന്നുള്ളത് സബ്റൂട്ടീനാണ്. കോൾ സബ്റൂട്ടീൻ ഈസ് യൂസ് ടു കോൾ എ സബ്റൂട്ടീൻ. ഓക്കെ, കോൾ എന്നുള്ള കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ മുമ്പ് പഠിച്ചപ്പോൾ കണ്ടു. കോൾ എന്നുള്ള കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സബ്റൂട്ടീനെ കോൾ ചെയ്യുക. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഫംഗ്ഷൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ബിഫോർ ദ കൺട്രോൾ ഈസ് ട്രാൻസ്ഫർഡ് ടു ദ സബ്റൂട്ടീൻ, address of the next instruction after call is pushed onto the stack. The content of the stack pointer is decremented by 2 to indicate new stack top. The program jumps to the subroutine starting at address specified by label. ഇതെന്താ വെച്ചാൽ നമ്മൾ സബ്റൂട്ടീനിലേക്ക് ഒരു കോൾ പോയി കഴിഞ്ഞാൽ സബ്റൂട്ടീന് തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അഡ്രസ്സ്
അതെവിടെ സ്റ്റോർ ചെയ്യും? സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഓർക്കണം, സ്റ്റാക്കിൻ്റെ മുകളിലേക്കാണ് കൊണ്ടുവയ്ക്കുക. നമ്മൾ സ്റ്റാക്കിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാക്ക് നമ്മൾ മുകളിലേക്കാണ് വെച്ച് പോവുക. നമ്മൾ പ്ലേറ്റിൻ്റെയോ ബുക്കിൻ്റെയോ കാര്യം പറഞ്ഞില്ല, മുകളിലേക്കാണ് വെച്ച് പോവുക. മുകളിലേക്ക് വെച്ച് പോകുമ്പോൾ എങ്ങനെയാണ്? അഡ്രസ്സ് ഡിക്രിമെൻറ്റഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഇവിടെ നമ്മൾ എന്താ മുകളിൽ കൊണ്ടുവയ്ക്കാൻ ഒരു അഡ്രസ്സാണ് അല്ലേ. അപ്പോൾ ഒരു അഡ്രസ്സ് കൊണ്ടുവയ്ക്കുമ്പോൾ 16 ബിറ്റാണ് 2 മെമ്മറി ലൊക്കേഷൻസ് വേണ്ടി വരും. കാരണം ഒരു മെമ്മറി ലൊക്കേഷനിൽ 8 ബിറ്റേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ അഡ്രസ്സ് 16 ബിറ്റാണ്. അപ്പോൾ 2 ബിറ്റുകൾ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ദ കണ്ടൻറ്റ് ഓഫ് ദ സ്റ്റാക്ക് പോയിൻ്റർ ഇസ് ഡിക്രിമെൻറ്റഡ് ബൈ 2. കാരണം സ്റ്റാക്ക് പോയിൻ്ററിൽ എന്താ സ്റ്റോർ ചെയ്യുക? സ്റ്റാക്ക് പോയിൻ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാക്ക് ടോപ്പിൻ്റെ അഡ്രസ്സാണ്. എവിടം വരെയാണ് എൻ്റെ സ്റ്റാക്ക് എന്നാണ് സ്റ്റോർ ചെയ്യണം. നമ്മൾ അഡ്രസ്സ് കൊണ്ടുവയ്ക്കുമ്പോൾ എന്തായി? 2 ബിറ്റും കൂടി ഉപയോഗിച്ചു. അപ്പോൾ മുകളിലേക്കാണ് വെച്ച് പോവുക. മുകളിലേക്ക് വെച്ച് പോകും തോറും നമ്പർ കുറയാണ് ചെയ്യുക. അത് നമ്മൾ സ്റ്റാക്കിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്റ്റാക്ക് പോയിൻ്റർ 2 കുറച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യും? ദെൻ ദ പ്രോഗ്രാം ജംപ്സ് ടു ദി സബ് റൂട്ടീൻ സ്റ്റാർട്ടിങ് അറ്റ് അഡ്രസ് സ്പെസിഫൈഡ് ബൈ ദി ലേബൽ. കാരണം കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഓപ്പ് കോഡ് നോക്കിയാൽ കോൾ എന്നാണ് ഓപ്പറൻ്റെ ഒരു അഡ്രസ്സാണ്. അപ്പോൾ ഈ ഇന്ന അഡ്രസ്സിലാണ് ഈ പറഞ്ഞ സബ് റൂട്ടീൻ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ കോൾ ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എന്താ ചെയ്യുക? കോളിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അഡ്രസ്സ് നേരെ സ്റ്റാക്കിൽ കൊണ്ടുവയ്ക്കും. സ്റ്റാക്ക് പോയിൻ്റർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതിന് ശേഷം ഈ പറഞ്ഞ സബ് റൂട്ടീനിലേക്ക് പോകും. ഓക്കെ, അതിവിടെ പറയുന്നുണ്ട് കോൾ അഡ്രസ് എന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ ദ പ്രോഗ്രാം സീക്വൻസ് ഇസ് ട്രാൻസ്ഫർ ടു ദ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ ദി 16-bit അഡ്രസ് ഗിവൺ ബൈ ദി ഓപ്പറൻറ്റ്. ബിഫോർ ദ ട്രാൻസ്ഫർ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആഫ്റ്റർ കോൾ ഈസ് പുഷ് ടു ദി സ്റ്റാക്ക്. അതായത് മറ്റൊന്നുമല്ല, അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അത് എവിടെ സ്റ്റോർ ഉണ്ടാവുക? നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിലെ ഏതിൻ്റെ അഡ്രസ്സാണുള്ളത് അത് നേരെ സ്റ്റാക്കിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യും. ഓർക്കുക, സ്റ്റാക്ക് ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. ഓക്കെ, ആ സബ് റൂട്ടീൻ കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യമില്ല, അത് സ്റ്റാക്കിൽ നിന്ന് എടുത്ത് മാറ്റും. ഓക്കെ, അപ്പോൾ അതേ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള നോക്കിയേ, കോൾ 2600H അതാണ് പ്രോഗ്രാം സീക്വൻസ് ഈസ് ട്രാൻസ്ഫർ ടു മെമ്മറി ലൊക്കേഷൻ 2600H. അപ്പോൾ ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനെയാണ് നമ്മളൊരു അൺകണ്ടീഷണൽ കോൾ എന്ന് പറയുക. ഇവിടെ കോൾ എന്നൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും നോക്കില്ല, കണ്ടീഷൻസ് ഒന്നുമില്ല. കോൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോവുക. ഓക്കെ, അപ്പോൾ അതാണ് അൺകണ്ടീഷണൽ കോൾ. ഇനി അടുത്ത എന്താ? കണ്ടീഷണൽ